ചില ആൾക്കാർ നമ്മൾ പറയും ഫിഷിനെ പോലെയാണ്, അതായത് മീനിനെ പോലെ എന്ന് പറയുമ്പോൾ അവരങ്ങനെ പുറത്തോട്ട് വരാറില്ല. ഇപ്പോൾ ഫിഷിൻ്റെ നേച്ചർ നമുക്കറിയാമല്ലോ. അപ്പോൾ ഒരു എപ്പോഴും വെള്ളത്തിൻ്റെ അടിയിലാണ് എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ബിഹൈൻഡ് ദി കർട്ടൻസ് ആണ് അവരുടെ വർക്ക്. എപ്പോഴും അവർ വർക്ക് ചെയ്യുന്നുണ്ടായിരിക്കും, പക്ഷെ എപ്പോഴും ആ ഒരു ബിഹൈൻഡ് ദി കർട്ടൻസ്, അല്ലെങ്കിൽ അവർക്ക് ഒരിക്കലും ലൈം ലൈറ്റിലേക്ക് വരാനേ താല്പര്യമില്ലാത്ത ചില കൂട്ടം ആൾക്കാരെയും നമുക്ക് കാണാൻ പറ്റും. ആ ഒരു നേച്ചറിന് റീസൺ എന്തായിരിക്കും? അവരെപ്പോഴും ഇങ്ങനെ, അതായത് അത് ഞാൻ അങ്ങനെ പ്രത്യേകിച്ച് ലേബൽ ചെയ്യുന്നില്ല, അത് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ ആ അറിയത്തില്ല. ബട്ട് ഇങ്ങനെ ഒരു നേച്ചർ നമുക്ക് കാണാൻ പറ്റുള്ളൂ. അത് എന്തുകൊണ്ടായിരിക്കും? ഇതൊരു നല്ല ഒബ്സർവേഷനാണ്. ചില ആൾക്കാർ മീനിനെ പോലെ, പക്ഷെ ഇവരെ നമുക്ക് ശരിക്കും പറഞ്ഞാൽ കുറ്റം പറയേണ്ട കാര്യമില്ല. കാരണം എന്ന് പറയുന്നത് നമുക്കറിയാം, സമുദ്രത്തിൽ അല്ലെങ്കിൽ തടാകത്തിൽ, നദിയിലൊക്കെ മീൻ എന്ന് പറയുന്നത് അതെപ്പോഴും കർമ്മനിരതരാണ്. എന്ന് പറഞ്ഞാൽ നന്നായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ജീവികളാണ്. അവർ നീന്തുന്നു, ചാടുന്നു, കാര്യങ്ങളൊക്കെ അവർക്ക് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ അവർ ഭംഗിയായിട്ട് ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പം ഇത്തരത്തിലുള്ള ആൾക്കാർ അവർ ബിഹൈൻഡ് ദ കർട്ടൻ ആണെങ്കിൽ പോലും അവർ കാര്യങ്ങൾ വളരെ ഭംഗിയായിട്ട് ചെയ്യുന്നുണ്ട്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്. പിന്നെ ഇവരെ ചിലപ്പോൾ വളരെ കോൺഫിഡൻസോട് കൂടി സ്റ്റേജിൽ കയറാനോ അല്ലെങ്കിൽ 4 പേരുടെ മുമ്പിൽ നിന്നിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ പറയാനോ ഒക്കെ ചിലപ്പം കിട്ടിയില്ല എന്ന് വരും. അത് അവരുടെ ഒരു ഇൻട്രോവേർട്ട് നേച്ചർ കൊണ്ട് ആവാനാണ് കൂടുതൽ സാധ്യത. അപ്പോൾ ഇത്തരത്തിലുള്ള ആൾക്കാരെ നമ്മൾ ഒരു പരിധിയിൽ കൂടുതൽ ഫോഴ്സ് ചെയ്തെത്തി സ്ട്രീം ലൈനിലേക്ക് അല്ലെങ്കിൽ അങ്ങനെ കൊണ്ടുവരേണ്ട ഒരു ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. കാരണം വേറൊന്നുകൊണ്ടല്ല, അവർക്ക് അവരുടേതായ മേഖലയിൽ തന്നെ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്ന ആൾക്കാർ. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ടെക്നോസാവി ആയിട്ടുള്ള ചില ആൾക്കാരുണ്ട്. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം അവർ ആ ടെക്നിക്കലായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് അവരുടേതായിട്ടുള്ള ജീവിതം വളരെ മനോഹരമായിട്ട് കൊണ്ടുപോകും. അതിൽ അവർ വളരെ ഹാപ്പിയാണ്. അതിൻ്റെ അകത്ത് അവർക്ക് യാതൊരു തരത്തിലുള്ള ഇഷ്യൂസും ഇല്ല. അങ്ങനെയുള്ള ആൾക്കാരെ നമ്മൾ പിടിച്ചു വലിച്ച് ഫ്രണ്ട് ലൈനിലേക്ക് കൊണ്ടുവന്നിട്ട് നിങ്ങളിത് ചെയ്യുക, നിങ്ങൾ സ്പീച്ച് നടത്തുക, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക എന്ന് പറയേണ്ട ആവശ്യമൊന്നുമില്ല. അതിൻ്റെ അകത്ത് അവർ ഹാപ്പിയാണെങ്കിൽ നമ്മൾ അങ്ങനെ തന്നെ അവരെ വിടുകയാണ് എപ്പോഴും നല്ലത്.